ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ ഇന്ന് നല്ലൊരു അടിപൊളി മുട്ടക്കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം 4 കോഴിമുട്ട വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങി കിട്ടുമ്പോഴേക്കും നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് അതിനുള്ള മസാലകൾ തയ്യാറാക്കാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ നന്നായി ചൂടാവട്ടെ. അതിനുശേഷം അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുക. അത് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ 4 സവാള ചെറുതായി നൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്താലേ ഇനി ഞാൻ ഇടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും നിങ്ങൾ ഇടണം. അത് വീഡിയോയുടെ അവസാനത്തേക്കായി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലരും മറന്നു പോകും. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ആദ്യത്തെ തന്നെ ഇടുവാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് മുളക് പൊടി ഉള്ളത് അതിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ എണ്ണയിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഞാനിതാ ഇവിടെ 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി തക്കാളി വേവുന്നത് വരെ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ തീ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടപ്പ് വെച്ച് കുറച്ച് നേരം വേവിക്കാൻ വേണ്ടിയിട്ട് തീ ഒന്ന് സിമ്മാക്കി വയ്ക്കാം. ഇപ്പോൾ ഇതവിടെ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കറിയൊന്ന് അടച്ച് വെച്ച് തീയൊന്ന് കൂട്ടി വെച്ച് ഒന്ന് കറിയൊന്ന് തിളയ്ക്കാൻ വേണ്ടി വിടാം. തിളച്ചതിന് ശേഷം തീയൊന്ന് സിമ്മാക്കി 5 മിനിറ്റ് നേരം ഒന്ന് കറി കുറുകുവോളം ഒന്ന് അങ്ങനെ തന്നെ വെക്കുക. ഇനി നമുക്ക് അടപ്പൊന്ന് മാറ്റി കറിയൊന്ന് ഇളക്കി കൊടുത്ത് നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കോഴിമുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറച്ച് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അടപ്പ് വെച്ച് തീയൊന്ന് സിമ്മാക്കിയിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക.
കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് ഒന്ന് മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഇനി ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാനിനി ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ അതുവരേക്കും ഓക്കെ ഫ്രണ്ട്സ്, ബൈ.